So next we can see compound epithelium. ഇതുവരെ കണ്ടത് സിമ്പിൾ എപ്പിത്തീലിയം ആയിരുന്നു. നെക്സ്റ്റ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ എന്തായിരിക്കും? സിമ്പിളിൽ ഒരു ലെയർ സെൽസ് ഉണ്ടായുള്ളൂ. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ കമ്പോസ്ഡ് ഓഫ് മൾട്ടി ലെയേർഡ് സെൽസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെയർ ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ അബ്സോർപ്ഷൻ. നേരത്തെ കണ്ട സിമ്പിൾ എപ്പിത്തീലിയത്തിന് മിക്കതിനും സെക്രീഷനും അബ്സോർപ്ഷനും ആയിരുന്നു ഫംഗ്ഷൻ. പക്ഷെ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് ആ ഫംഗ്ഷൻ അധികം ഇല്ല. മെയിൻ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ അതിൻ്റെ ദ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് സ്കിന്നിന്റെ ഡ്രൈ സർഫസ് കവർ ചെയ്യുക. മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി കണ്ടോ? ദിസ് ഇസ് ബക്കൽ ക്യാവിറ്റി. വായുടെ ഉള്ളിൽ വരുന്ന ക്യാവിറ്റിനെയാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുക. അതിന്റെ ഈർപ്പമുള്ള ഭാഗങ്ങൾ അത് കവർ ചെയ്യുക. ദെൻ ഫാരിങ്സ് കവർ ചെയ്യുക. ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട്സ്. അപ്പോൾ സലൈവറി ഗ്ലാൻഡിന്റെ ഡക്റ്റുകളുടെ ഉൾഭാഗം ലൈൻ ചെയ്യുക. പാൻക്രിയാസിന്റെ ഡക്റ്റുകളുടെ ഉൾഭാഗം ലൈൻ ചെയ്യുക. ട്യൂബ് ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ട്യൂബ് പോലെയാണ് കേട്ടോ. അതിന്റെ അകത്തുള്ള ഭാഗത്ത് ലൈനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണുന്ന സ്ഥലങ്ങൾ. അപ്പോൾ സ്കിന്നിന്റെ ഡ്രൈ സർഫസിൽ കാണാം, ബക്കൽ ക്യാവിറ്റിയുടെ മോയിസ്റ്റ് സർഫസിൽ കാണാം, ഫാരിങ്സിൽ കാണാം, ദെൻ സലൈവറി ഗ്ലാൻഡിന്റെയും പാൻക്രിയാറ്റിക് ഡക്റ്റിന്റെയും ഇന്നർ ലൈനിങ്ങിലും കാണാം. ഇനി വാട്ട് ആർ ഇറ്റ്സ് ഫങ്ഷൻസ്? എന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്. അപ്പോൾ മെയിൻ ഫംഗ്ഷനാണ് പ്രൊട്ടക്ഷൻ. കെമിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്ന്, കെമിക്കൽസ് ബോഡിയിൽ എൻ്റർ ചെയ്യുന്ന എന്തെങ്കിലും കെമിക്കൽസിൽ നിന്ന് ആ ഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വല്ല വീഴ് എന്തെങ്കിലും ഇടി കിട്ടുക എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആഘാതങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. ഇനി സെൽ ജംഗ്ഷൻസ്. സെൽസിന്റെ ഇടയിൽ വരുന്ന ജംഗ്ഷൻസിനെയാണ് സെൽ ജംഗ്ഷൻസ് എന്ന് പറയുക. ദീസ് ആർ ദ ജംഗ്ഷൻസ് ദാറ്റ് പ്രൊവൈഡ് ഫങ്ഷണൽ ലിങ്ക്സ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. സെൽസിന്റെ ഇടയിൽ ഒരു സ്ട്രക്ചറലും ഫങ്ഷണലും ആയിട്ട് ഒരു കണക്ഷൻ വരുന്നതിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുക. ആക്ച്വലി നമ്മൾ ജംഗ്ഷൻ എന്നൊക്കെ പറയില്ല, ട്രാഫിക് സിഗ്നൽ വരുന്ന ജംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ, അത് 3-4 കൂടിയ റോഡുകൾ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് ജംഗ്ഷൻ. അതുപോലെ തന്നെ സെൽസ് തമ്മിൽ ഒരു കണക്ഷൻ കൊടുക്കുന്നതിന് ജംഗ്ഷൻസ് എന്ന് പറയും, ആ റീജിയനെ. 3 തരം സെൽ ജംഗ്ഷൻസ് ഏതൊക്കെയാണ്? ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പോൾ 3 സെൽ ജംഗ്ഷൻസ് ആണുള്ളത്: ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. സോ ഫസ്റ്റ് വി ക്യാൻ സി വാട്ട് ഈസ് ടൈറ്റ് ജംഗ്ഷൻ. പേരിൽ നിന്ന് തന്നെ അറിയാം ടൈറ്റ് ആയിട്ടുള്ള ജംഗ്ഷൻ. ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. അപ്പോൾ ഒരു ടിഷ്യൂവിൻ്റെ ഉള്ളിൽ നിന്ന് സബ്സ്റ്റൻസസ് ലീക്ക് ചെയ്യാൻ പ്രിവെന്റ് ചെയ്യുന്നതാണ് ടൈറ്റ് ജംഗ്ഷൻ. ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും, ഇടയിൽ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. ദെൻ അഡ്ഹറിംഗ് ജംഗ്ഷൻ എന്തായിരിക്കും? പെർഫോം സിമെന്റിങ് ടു കീപ് നൈബറിംഗ് സെൽസ് ടുഗദർ. സിമെന്റ് വെച്ചിട്ട് 2 ഇഷ്ടികയൊക്കെ നമ്മൾ കണക്ട് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിമെന്റിങ് ഫംഗ്ഷൻ ആണ് അഡ്ഹറിംഗ് ജംഗ്ഷൻസ് ചെയ്യുന്നത്. 2 നൈബറിംഗ് സെൽസ്, അടുത്തടുത്തുള്ള സെൽസിനെ ഒരുമിച്ച് ഇരുത്താൻ സഹായിക്കുന്നതാണ് അഡ്ഹറിംഗ് ജംഗ്ഷൻ. ദെൻ ഗ്യാപ്പ് ജംഗ്ഷൻ. പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. സെൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള സഹായം കൊടുക്കുന്നു. ബൈ കണക്ടിങ് സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ്. അപ്പോൾ ഓരോ സെൽസിന്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ? ഓരോ സെൽസിന്റെ സൈറ്റോപ്ലാസം തമ്മിൽ ചെറിയ കണക്ഷനുള്ള ഒരു ഇത് കൊടുക്കുന്നതാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കണക്ഷൻ? ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. നമ്മുടെ ബോഡിയിൽ പല അയോൺസ്, സോഡിയം അയോൺസ്, പൊട്ടാസ്യം അയോൺസ് ഒക്കെ ഉണ്ട്. പല ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് നടക്കണമെങ്കിലും ഈ അയോൺസ് ആവശ്യമാണ്. അപ്പോൾ ഈ അയോൺസിന്റെ പെട്ടെന്നുള്ള ട്രാൻസ്ഫറിനും പിന്നെ വലിയ മോളിക്യൂൾസ്, ചെറിയ മോളിക്യൂൾസ് ഒക്കെ പെട്ടെന്ന് ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സഹായിക്കുന്ന ജംഗ്ഷൻസ് ആണ് ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പോൾ ഓരോ ജംഗ്ഷനും ഓരോ ലൊക്കേഷൻസിലാണ് കാണുക. എവിടെയാണോ ആ ജംഗ്ഷൻസ് ഉള്ളത് അതനുസരിച്ചായിരിക്കും അതിന്റെ ഫംഗ്ഷൻസ് വരാം. അപ്പോൾ ഗ്യാപ്പ് ജംഗ്ഷൻസിന്റെ ഉദ്ദേശം സെൽസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അലൗ ചെയ്യുക. അഡ്ഹറിംഗ് ജംഗ്ഷൻസ് സെൽസിനെ തമ്മിൽ സിമെന്റ് ചെയ്ത് വെക്കുക. ഒരു സിമെന്റ് 2 ഇഷ്ടികനെ ഉറപ്പിക്കുന്ന പോലെ 2 നൈബറിംഗ് സെൽസിനെ സിമെന്റ് ചെയ്ത് വെക്കുക, ജോയിൻ ചെയ്ത് വെക്കുക. ടൈറ്റ് ജംഗ്ഷൻ ആണെങ്കിലോ സെൽസ് ആ ടിഷ്യൂസിന്റെ പുറത്തേക്ക് ഒന്നും ലീക്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുക. അതാണ് ടൈറ്റ് ജംഗ്ഷൻസ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസ്. സോ ഹിയർ വി ഹാവ് കം ടു ദ end of that portion.